ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ദി ചാനൽ തഗ് ലൈഫ്. 37 വർഷങ്ങൾക്ക് ശേഷം കമൽഹാസനും അതുപോലെ മണിരത്നം ഒന്നിക്കുന്ന ഒരു സിനിമ. ഒരു സിനിമയുടെ ജോണറിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരു ഗാങ്സ്റ്റർ ആക്ഷൻ ഡ്രാമ എന്നുള്ള ആ ഒരു വിഭാഗത്തിലാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത്. കണ്ട സമയത്ത് എനിക്ക് ഫീൽ ചെയ്ത ഒരു വൺ ടൈം വാച്ചബിൾ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ആവറേജ് സിനിമ അനുഭവമായിട്ടാണ് ഫീൽ ചെയ്തിട്ടുണ്ടായത്. അങ്ങനെ പറയാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് സിനിമ ഒരു 2-2.25 മണിക്കൂറോളം ഡ്യൂറേഷൻ വരുന്ന ഒരു സിനിമയാണ്. അപ്പം നമ്മളത് തിയേറ്ററിലിരുന്ന് കാണുന്ന സമയത്ത് സിനിമയുടെ പല ഭാഗങ്ങളും ഒരു മിക്ക സമയം വളരെ ഫ്ലാറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ഒരു കാണുന്ന പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമോഷണൽ ഹൈ അല്ലെങ്കിൽ ഒരു അങ്ങനെ നമുക്കത് കാണുന്ന സമയത്ത് ഒരു കണക്ഷനോ അങ്ങനെ ഒരു സംഭവം സിനിമയിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അത് മെയിൻലി നമ്മൾ ഇത്രയും ഒരു ഫസ്റ്റ് ഹാഫ് ആണെങ്കിലും ഒരു സെക്കൻഡ് ഹാഫിലോട്ടൊക്കെ വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്ന ഒരു പരിധി വരെയെങ്കിലും ഒരു ലെവലിൽ അവിടെയും നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഒരു കാണുന്ന ആൾ ഒരു സിനിമ കാണുന്ന ഒരു പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൈ കിട്ടുന്ന തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് ഫസ്റ്റ് ഹാഫിൽ ഒട്ടും തന്നെ ഇല്ല. സെക്കൻഡ് ഹാഫിലോട്ട് വരുന്ന സമയത്താണെങ്കിലും പല ഭാഗങ്ങളിലും സിനിമ വളരെയധികം ഡൗൺ ആവുന്ന ഒരു പ്രവണതയുണ്ട്. പിന്നെ അത് ക്ലൈമാക്സിലോട്ട് പോകുന്ന സമയത്തൊക്കെയാണ് ചെറിയ രീതിയിലെങ്കിലും ഒന്ന് ലിഫ്റ്റ് ആവുന്നത്. പക്ഷേ എങ്കിലും ഒരു 2-3 മണിക്കൂറൊക്കെ വരുന്ന ഒരു സിനിമ നോക്കുന്ന സമയത്ത് ആ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും ഒരിക്കലും ഒരു പല പോർഷൻസിൽ നമുക്ക് നമ്മൾ ചില സിനിമകളൊക്കെ കാണുന്ന സമയത്ത് നമുക്കൊരു കണക്ഷൻ കിട്ടാറുണ്ട്, അതുപോലെ ഒരു ഹൈ കിട്ടാറുണ്ട്. അപ്പോൾ ആ അത്തരത്തിലൊരു നമുക്കൊരു ഹൈ എന്ന് പറയുന്ന സിനിമയിൽ മിക്കവിടെയും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സിനിമയിൽ വളരെ നന്നായി തോന്നിയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അത് മെയിൻലി അതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്ന എ ആർ റഹ്മാനാണ്. അതിൻ്റെ മ്യൂസിക് എന്ന് പറയുന്നത് സിനിമയിൽ വളരെ ഗംഭീരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കാരണം അത് ഇപ്പോൾ സിനിമ പല ഭാഗങ്ങളിൽ അത് വളരെ ഫ്ലാറ്റായിട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും അത് ഒരു പരിധിവരെയെങ്കിലും സിനിമയെ ലിഫ്റ്റ് ചെയ്ത് ഒരു പരിധിവരെയെങ്കിലും സിനിമ തിയേറ്ററിൽ നമുക്ക് നല്ലൊരു അനുഭവം തരാൻ സഹായിക്കുന്നില്ല എ ആർ റഹ്മാൻ്റെ മ്യൂസിക് എന്ന് പറയുന്നത് ഒരു പ്രധാന പങ്ക് വെച്ചിട്ടുള്ള ഘടകമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി, അതിൻ്റെ എഡിറ്റിംഗ് എന്ന് പറയുന്നതെല്ലാം വളരെയധികം എടുത്തു പറയേണ്ട ഘടകങ്ങളാണ്. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. നമുക്ക് ഈ മണിരത്നത്തിൻ്റെ മറ്റ് സിനിമകൾ, അതായത് മുൻ സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ടെക്നിക്കൽ വർക്ക് എന്ന് പറയുന്നത് സിനിമാറ്റോഗ്രഫി ആണെങ്കിലും മ്യൂസിക്കെല്ലാം തന്നെ എപ്പോഴും ഗംഭീരമായിട്ട് തന്നെ വരാറുണ്ട്. അപ്പം അതും ഈ സിനിമയിലോട്ട് വരുമ്പോഴും ആ വർക്ക് എന്ന് പറയുന്നത് ശരിക്കും ടോപ്പ് നോച്ച് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. സിനിമയുടെ കാസ്റ്റിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ കമൽഹാസൻ, തൃഷ, STR, അഭിരാമി, ജോജി ജോർജ്, അങ്ങനെ ഒരു വമ്പൻ താരനിര തന്നെ സിനിമയിലുണ്ട്. പക്ഷേ ഇതിലൊരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു താരനിര ഉണ്ടെങ്കിൽ പോലും പക്ഷേ വളരെ പൊട്ടൻഷ്യലുള്ള ഏറ്റവും മികച്ച നടന്മാർ തന്നെയാണ് നടന്മാരും നടിമാരുമാണ് അഭിനയിച്ചിരിക്കുന്നത്. പക്ഷേ എങ്കിലും അവരുടെ ആ ഒരു പൊട്ടൻഷ്യൽ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ സ്ക്രിപ്റ്റിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് സിനിമയുടെ ഒരു പോരായ്മയായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇത്രയും സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച നടന്മാർ അഭിനയിച്ചുള്ള ഒരു സിനിമ, ഒരു 2-2.25 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു സിനിമ. പക്ഷെ ഒരാളുടെയും നമുക്ക് ഈ ഒരു സിനിമ കണ്ടിറങ്ങുന്ന സമയത്തൊക്കെ ഇവരുടെ പ്രകടനം നല്ലതായിരുന്നു അല്ലെങ്കിൽ ഇവർ ചെയ്ത റോൾ നന്നായിരുന്നു എന്ന് നമുക്ക് തോന്നുന്ന തരത്തിൽ ഇത്രയും നല്ലൊരു താരനിര ഉണ്ടായിട്ട് പോലും നമുക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് പറയത്തക്ക തരത്തിലുള്ള ഒരു റിമാർക്കബിൾ ആയിട്ട് യാതൊരുവിധ പ്രകടനവും സിനിമയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണുന്ന സമയത്തൊരു പ്രേക്ഷകന് അതിൽ ഫീൽ ചെയ്യാൻ കഴിയുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. സിനിമയിൽ വളരെ വീക്കായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേ ആണ്. അപ്പോൾ ആ ഒരു സ്ക്രീൻ പ്ലേയിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു സിനിമ എക്സ്പീരിയൻസ് തരാൻ പറ്റുമായിരിക്കും എന്നാണ് തോന്നിയത്. മണിരത്നത്തിൻ്റെ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള മറ്റ് സിനിമകൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് മിക്ക സിനിമകളും ഒരു ആവറേജ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു പൂർണ്ണമായിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ തരാത്ത പോലെയാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ലിസ്റ്റിൽ തന്നെ വരുന്ന ഒരു സിനിമയായിട്ട് തന്നെയാണ് തഗ് ലൈഫും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് വൈസും അല്ലെങ്കിൽ ഇതിൻ്റെ കഥാപരമായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒരു തരത്തിലുള്ള സിനിമ അല്ലെങ്കിൽ പോലും ഇതിന് ടെക്നിക്കലി നല്ല രീതിയിൽ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു ഓവറോൾ ഒരു വൺ ടൈം വാച്ചബിൾ എക്സ്പീരിയൻസ് കിട്ടുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് വന്നിരിക്കുന്നത്.